ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും അബീസ് ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 9th-കാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ 9th-കാരെല്ലാവരും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ പുൽ ബനി ഥി മാ എന്നുള്ള ലെസൺ ആയിരുന്നു അല്ലേ. പുൽ ബനി ഥി മാ എന്നുള്ള ലെസണിലെ മീനിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ലാസ്റ്റ് പദ്യത്തിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിമ്നലിഖിത് ആശയ കവിതാക്കി കിൻ കിൻ പങ്ക്തിയോ മേഹേ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 പോയിൻറ്റ്സ് തന്നിട്ട് അത് കവിതയിൽ ഏത് വരിയോട് സാമ്യമുള്ളതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ബാക്കി 3 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടാവും, കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം അല്ലേ ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ പോയിന്റ് വെച്ച് നോക്കാം. നോക്കൂ, മാ കി ദേഖ് ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി. ഈ ആശയം വരുന്ന വരി ഏത് ഭാഗത്താണ്, ഏത് വരിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാ കി ദേഖ്ഭാൽ കി ജിമ്മേദാരി ബേട്ടോം പർ ആ ഗയി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അമ്മയുടെ സംരക്ഷണ ചുമതല കുട്ടികളുടെ ബേട്ടോം പർ മക്കളുടെ ആൺമക്കളുടെ ചുമലിലായി, അവരുടെ ബാധ്യതയായി മാറി, അവരിലേക്ക് വന്നു എന്നുള്ളത് ഏത് ലൈനിലാണെന്നാണ്, പദ്യത്തിൽ ഏത് ലൈനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഏത് ലൈനിലാണ് അത് വന്നിരിക്കുന്നത്, മാ കി ദേഖ്ഭാൽ കി ജിമ്മേദാരി എന്നുള്ളത്. ഹാത്തോ ഹാത്ത് രഹത്തീം, അതായത് എത്രാമത്തെ പാരഗ്രാഫാണ്, 1 2 3 4, 4ാമത്തെ പേരയിൽ 4ാമത്തെ ആ പാരഗ്രാഫിൽ രണ്ടാമത്തെ 1ഉം 2ഉം ലൈൻസാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഹാത്തോ ഹാത്ത് രഹത്തീമ ഏക് ദിൻ ഹമാരെ കന്ധോമേ ആ ഗയി എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ തന്നെ 3ാമത്തെ നോക്കുക, ബേട്ടെ അപ്പനെ ദായിത്വ ബദൽത്തേ രഹേ. കുട്ടികൾ ആൺമക്കൾ എന്ത് ചെയ്തു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അത് ഏത് ലൈനിലാണ് വരുന്നത്, അത് നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ രണ്ട് ലൈൻസാണ് അതിന് വരുന്നത്. ഏതാണ്, ജബ് തക് ജീവിത് രഹീമ ഹം ബദൽത്തേ രഹേ അപ്പനെ കന്ത്. എപ്പോഴും അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം ഞങ്ങളുടെ ചുമലുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റ് വൺ, മാ കെ ചലേ ജാനെ സെ ബേട്ടെ ബേസഹാരെ ബനെ അല്ലേ. അമ്മ പോയതോടുകൂടി, അമ്മ മരിച്ചതോടുകൂടി മക്കൾ എന്തായി, ദുർബലരായി മാറി, ആശ്രയമില്ലാത്തവരായി മാറി എന്നുള്ള അർത്ഥം വരുന്ന ലൈൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനും ഇതേപോലെ തന്നെയാണ്. ഹമാരെ കന്തോസ് ലാസ്റ്റ് പാരഗ്രാഫിലുള്ള ലാസ്റ്റിൽ നിന്ന് 3ാമത്തെ തുടങ്ങുന്നത്. അതായത് ഹമാരെ കന്തോസെ ഉത്തർ ഗയിമ, ഞങ്ങളുടെ ചുമലിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. और माँ के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരെ കന്ദേ. ആ ലൈൻസാണ് വരുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റിലുള്ള 3 ലൈൻസാണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ്. അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ, ഈ ആക്ടിവിറ്റീസിൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അടുത്ത നോക്കൂ, കവിതാ കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കും, കവിതയെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് കവിതയെക്കുറിച്ച് എഴുതുക. കവിതയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണിത് കേട്ടോ. അപ്പോൾ ഒരു കവിതയുടെ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരാണ് ആ കവിത എഴുതിയത് എന്നുള്ളതാണ്. ആദ്യം കവിയെയാണ് നമ്മൾ അതിലൂടെ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ആ കവിതയെക്കുറിച്ച് പറയുന്നു, അതായത് കവിത എന്തിനെക്കുറിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് പറയുന്നു. പിന്നെ നമ്മൾ അതിനെ കവിതയിലൂടെയാണ്, പിന്നെ ആ കവിതയുടെ ആശയത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം കൺക്ലൂഷനായിട്ട് ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ഈ കവിത നമ്മളെ ആകർഷിച്ചിട്ടുണ്ടോ, നമ്മളെ മനസ്സിനെ സ്പർശിച്ചതാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺക്ലൂഷനായിട്ടാണ് ലാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കവിതയുടെ കുറിപ്പൊക്കെ, ആസ്വാദന കുറിപ്പും ഒക്കെ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കുറിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് കുറിപ്പ് തയ്യാറാക്കുന്നത് കിട്ടിയിട്ടുണ്ടാവും, ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തരുന്നത് പഠിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് കേട്ടോ. നോക്കുക,
എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വായിച്ചു തരാം. वाइक्याम कविता का परिचय देते हुए टिप्पणी लिखें. हिंदी के प्रमुख कवि नरेंद्र पुंडरीक की एक सुंदर कविता है पुल बनी थी माँ. इस कविता में कवि माँ के बारे में बताते हैं. ഫസ്റ്റത്തെ ലൈൻ മനസ്സിലായില്ലേ ആരെഴുതിയതാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഇസ് കവിതാമേ കവി മാക്കെ ബാരേമേ ബത്താത്തേ ഹെ. ഈ കവിതയിൽ കവി എന്താ പറയുന്നത്? അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. പിന്നെ कवि कहते हैं कि माँ बच्चों के बीच प्यार के एक पुल बनकर रहती थी. അമ്മ കവി എന്താ പറയുന്നത്? കുട്ടികളുടെ ഇടയിൽ, അതായത് മക്കളുടെ ഇടയിൽ അമ്മ ഒരു സ്നേഹത്തിൻ്റെ പാലമായിരുന്നു, ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഉസ് പ്യാർ കി ഛായ മേ ബച്ചോं को कोई मुश्किल नहीं थी. എന്താണ് ആ സ്നേഹത്തിൻ്റെ തണലില്ലേ, ആ സ്നേഹത്തിൻ്റെ തണലിൽ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. कोई मुश्किल नहीं थी. മുഷ്കിലാണ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. पिता के मरने के बाद भी माँ बच्चों का पालन किया. എന്താണ് അച്ഛൻ്റെ മരണശേഷവും അമ്മ മക്കളെ നന്നായി പോറ്റി നോക്കി വന്നു. ധീരെ ധീരെ മാ ദുർബല ഹോ ഗയി. എന്താണ് പതുക്കെ പതുക്കെ അമ്മ ഇങ്ങനെ ദുർബലയായി കൊണ്ടുവന്നു. ഔർ മാ ബൂഢി ഹോ ഗയി. പിന്നെന്താണ് അമ്മയ്ക്ക് വയസ്സായി തുടങ്ങി അല്ലേ. പിന്നെ മാ ബൂഢി ഹോനെ കെ ബാദ് ഉൻകെ സംരക്ഷൺ കെ ദായിത്വ ബച്ചോം പർ ആ ഗയി. അമ്മ വയസ്സായതോടുകൂടെ അവരുടെ സംരക്ഷണത്തിൻ്റെ ചുമതല ആരുടെ മേൽ വന്നു? മക്കളുടെ മേലെ വന്നു. ബച്ചെ അപ്ന ദായിത്വ ബദൽത്തേ രഹെ. കുട്ടികൾ എന്ത് ചെയ്തു? മക്കൾ എന്ത് ചെയ്തു? അവരുടെ സംരക്ഷണ ചുമതല ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഉസി സമയ ഹി മാ മർ ഗയി. ആ സമയത്ത് തന്നെ അമ്മ മരണപ്പെടുകയും ചെയ്തു. മാക്കെ മർനെ കെ ബാദ് ബച്ചെ ദുർബൽ ഹോ ഗയി. അമ്മയുടെ മരണശേഷം കുട്ടികളെല്ലാവരും ദുർബലരായി. അർത്ഥാത് അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേട്ടെ ബേസഹാരെ ഹോ ഗയെ. കുട്ടികൾക്ക് ആശ്രിതമില്ലാതെ ആയി മാറി. ഇസ് കവിതാ മേ കവി സമകാലീന സമസ്യാओं के बारे में बताते हैं. എന്താണ് നമുക്ക് മനസ്സിലായത്? എന്താണ് ഇതെന്ന്? ഈ കവിതയിൽ കവി എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സമകാലീന സമസ്യാओं के बारे में बताते हैं അല്ലേ. നമ്മളുടെ ഈ കാലത്ത് നടക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ത് മക്കളിങ്ങനെ ചുമതലകളൊക്കെ അമ്മമാരുടെയും ഒക്കെ ചുമതല മാറ്റിക്കൊണ്ടിരിക്കുന്നതും ഒരു ഭാരമായി മാറുന്നതും എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ ചെറിയൊരു പാരഗ്രാഫായിട്ടാണ് ഞാനിതിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇതിന് വരുന്നതെന്ന് നോക്കുക. 3 മാർക്കോ 5 മാർക്കൊക്കെ ആയിരിക്കും ഇതിന് വരിക കുറിപ്പ് തയ്യാറാക്കുന്നതിന്. അപ്പോൾ ഇതെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കുറിപ്പൊക്കെ നോക്കി. ഇനി നമുക്കുള്ളത് എന്താണ്? കുറച്ചൊരു 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. കുറേ ബോക്സിലായിട്ട് ചെറിയ ഒരു ലൈൻസ് കൊടുത്തിട്ട് അതിനകത്താക്കിയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസോ മറ്റോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറിലൂടെ നമുക്കൊന്ന് പോവാം അല്ലേ. കുറേശ്ശെ ആ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം, പുൽ ബനി ഥി മാ സേ ക്യാ താൽപര്യ ഹെ. എന്താണ് പുൽ ബനി ഥി മാ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് അമ്മ പാലമായിരുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ നോക്കൂ, ഞാൻ വായിച്ചു തരാം. ഞാൻ തയ്യാറാക്കിയ ആൻസർ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. മാ ബച്ചോं को जोड़ने वाला पुल बनी थी. എന്താണ്? കുട്ടികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു അമ്മ അല്ലേ. മാ ബച്ചോं को प्यार और करुणा के महत्व बताकर पालती थी. അമ്മ എങ്ങനെയാണ് മക്കളെ വളർത്തിയിരുന്നത്? സ്നേഹത്തിൻ്റെയും കരുണയുടെയും മഹത്വങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ടാണ് അമ്മ വളർത്തിയിരുന്നത്. അതുകൊണ്ടാണ് അമ്മ ഒരു പാലമായിരുന്നു എന്ന് അവിടെ പ്രത്യേകം പറയുന്നത്. പിന്നെ അടുത്തത് നോക്കൂ, नदी के दोनों किनारों को जोड़ने वाला पुल जैसे बच्चों के बीच भी पुल बनकर रहती थी. നദിയുടെ 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തെ പോലെയാണ് അമ്മ കുട്ടികളുടെ ഇടയിൽ ജീവിച്ചിരുന്നത് അല്ലേ. അങ്ങനെയാണ് അമ്മ ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അമ്മ പാലമായിരുന്നു എന്ന് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, ബുഡാ രഹി ഹേ മാ ഇസ്കാ ആശയ ക്യാ ഹെ. രണ്ടാമത്തെ ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യം കേട്ടോ.
ബുഡാ രഹി ഹെ മാ ഇസ്ക ആശയ ക്യാ ഹെ. എന്താണ്? അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്നു അല്ലേ, വയസ്സായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? ഇങ്ങനെ പറയുന്നതിൻ്റെ ആശയം എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, ആൻസർ ഞാൻ വായിക്കാം. മാ അപ്നെ ബച്ചോं के बीच पुल बनी थी लेकिन धीरे धीरे माँ दुर्बल हो गई, माँ बूढ़ी बन गई. ഒന്നുമില്ല അല്ലേ, കാര്യമായിട്ട് അതിൻ്റെ മീനിങ് എന്താണ്? അമ്മ പാലമായി നല്ല സംരക്ഷണ, അമ്മ കുട്ടികളെയൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മ ധീരെ ധീരെ പതുക്കെ പതുക്കെ അമ്മ എന്തായി? ദുർബൽ ഹോനെ ലഗി അല്ലേ, ദുർബലയായി വന്നു, അമ്മ വയസ്സായിക്കൊണ്ട് വന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നോക്കൂ, മൂന്നാമത്തെ ചോദ്യം. മാ ആഹിർ മാഹി തോഹെ ഇസ്സെ ആപ്നെ ക്യാ സംജ. അമ്മ എന്തായാലും അമ്മ തന്നെയാണ്. ഇതിൽ നിന്ന് താങ്കൾ എന്താണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. അമ്മ എന്തായാലും അമ്മ തന്നെയാണ് എന്നുള്ള വരിയിൽ നിന്ന്, ആ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് നോക്കാം. മാ അപ്നെ ബച്ചോं के भलाई के लिए सब कुछ करता है അല്ലേ. എന്താണ്? അമ്മ തൻ്റെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നു അല്ലേ. മാ അപ്നെ ബച്ചോं के മുഷ്കിലോं को भी दूर करते हैं. അമ്മ തൻ്റെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കുന്നു അല്ലേ. മാ അപ്നെ ബച്ചോं के लिए अपना पूरा जीवन ത്യാഗ് കർത്തേ ഹെ. എന്താണ്? തൻ്റെ അമ്മ തൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഭലായി കേലിയെ പൂരാ ബച്ചോं के लिए തൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൂരാ ജീവൻ, തൻ്റെ മുഴുവൻ ജീവിതവും ത്യാഗം ചെയ്യുന്നു അല്ലേ. അമ്മ, അതാണ് അമ്മ എന്ന് പറയുന്നത് അല്ലേ. അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്സായിരിക്കും അമ്മമാർക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതാണ്. അമ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ടായിരിക്കാം അമ്മ തൻ്റെ ചുമതല, സംരക്ഷണ ചുമതല മക്കളിങ്ങനെ മാറ്റി മാറ്റി ഇരിക്കുന്നത് കണ്ടിട്ട് തനിയെ ഇറങ്ങിപ്പോയത്, അവരുടെ ചുമലിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ആൻസേഴ്സാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം. മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയിക്കണം. എളുപ്പമാണോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു, കുറിപ്പ് തയ്യാറാക്കി, ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു ലെസണാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് തുടങ്ങി വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകളും കുറിപ്പൊക്കെ നന്നായി പഠിച്ച്, ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിച്ച്, എന്താ പറയുക, കവിതയൊക്കെ നന്നായിട്ട് വായിക്കുക. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ലെസണിലേക്ക് കിടക്കാൻ നോക്കാം. കുറച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഫുള്ളായിട്ട് എടുത്ത് പോകാൻ മുന്നേ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പോകാം അല്ലേ. നമുക്ക് എന്താ പഠിക്കാനുള്ളത്? രണ്ടാമത്തെ ലെസണിൽ പട്കഥയാണ്. എന്താണ് പട്കഥ എന്ന് പറഞ്ഞാൽ? ഓരോരോ പ്രോക്തിയാണ് അല്ലേ. കവിതയാണ് നമ്മൾ പഠിച്ചത്. കവിത പോലെ അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് തിരക്കഥയാണ് പഠിക്കാനുള്ളത്. പട്കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കഥ. നമ്മൾ സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് തയ്യാറാക്കില്ലേ, അതേ സംഭവം തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സിനിമയുടെ ഒരു തിരക്കഥ പോലെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് തിരക്കഥ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരിക പട്കഥ തയ്യാറാക്കാൻ തന്നെയായിരിക്കും. ഓക്കെ, നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം തന്നിട്ട് നമ്മളോട് പട്കഥ തയ്യാറാക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എങ്ങനെയാണ് ഈ പട്കഥ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പേരാണ് ടി വി. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെലിവിഷൻ അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു പട്കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം അല്ലേ. ഇത് എഴുതിയത് ആരാണ്? വരുൺ ഗ്രോവറാണ് ഇത് എഴുതിയത് കേട്ടോ. വരുൺ ഗ്രോവർ എന്നുള്ള കഥാകാരനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രവും കാര്യങ്ങളൊക്കെ നമ്മുടെ പുറകു വശത്ത് പേജ് നമ്പർ 16 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വരുൺ ഗ്രോവറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ലെസൺ തുടങ്ങി വയ്ക്കാം. സീൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? രംഗം 1 അല്ലേ. രംഗം 1 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ, അതേപോലെ ഉള്ളതാണ് സീൻ 1 അല്ലെങ്കിൽ ദൃശ്യം 1 എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നത് കേട്ടോ. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സഡക് ദോപഹർ കെ 2 ബജെ ഹെ. എന്താണ്? എവിടെയാണ് സ്ഥലം എന്നുള്ളതാണ്. നമ്മൾ പട്കഥ തയ്യാറാക്കുമ്പോൾ എപ്പോഴും തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്
സ്ഥലം എവിടെയാണ്, സമയം എവിടെയാണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അത് വായിക്കുന്നവന് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരു ദൃശ്യാവിഷ്കരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് കാണുന്നവന് അതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. സ്ഥലം വേണം, സമയം വേണം, കഥാപാത്രങ്ങളൊക്കെ വേണം അല്ലേ. അപ്പോൾ നോക്കൂ, ഗോപു കെ ഘർ കെ ബാഹർ, ഗോപുവിൻ്റെ വീടിൻ്റെ പുറത്ത്, ഘർ കെ ബാഹർ വീടിന് പുറത്ത്, ഗോപുവിൻ്റെ വീടിന് പുറത്ത്. ക്യാരക്ടർ 1നെ പരിചയപ്പെടുത്താണ് കേട്ടോ, ഗോപു എന്നുള്ള ക്യാരക്ടറിൻ്റെ വീടിന് പുറത്ത് എന്താണ് കച്ചി സടക്ക്. കച്ചി സടക്ക് എന്ന് പറഞ്ഞാൽ മണ്ണിട്ട റോഡിനെയാണ് കച്ചി സടക്ക് എന്ന് പറയുന്നത്, ടാറിടാത്ത റോഡ്. ദോ ബഹർ കെ ദോ ബജെ, എന്താണ് ഉച്ച സമയം എത്ര മണിക്കാണ്, ദോ ബജെ 2 മണിയാണ് സമയം. ഓക്കെ, ആ സമയത്തുള്ള രംഗമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. പഹാഡി ഇലാക്ക, പഹാഡി ഇലാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, മലനിരകളാൽ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് കേട്ടോ. പഹാഡി ഇലാക്ക പർവ്വതങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ, എന്താണ് പരന്ന് അല്ലേ, വളരെ ദൂരത്തായിട്ട് പരന്ന് കിടക്കുന്ന മലനിരകൾ ഇങ്ങനെ കാണാൻ സാധിക്കും അവിടെ. കരീബൻ 8-10 സാൽ കി ഉമ്ര കെ 3 ബच्चे, ഏകദേശം 8-10 വയസ്സ് വരുന്ന, സാൽ എന്ന് പറഞ്ഞാൽ വയസ്സ് വരുന്ന, ഉമ്രക്ക് ആ വയസ്സ് വരുന്ന കുട്ടികൾ എത്ര എണ്ണം, 3 കുട്ടികളുണ്ട് കേട്ടോ. 3 ബच्चे, ഗോപു, ചുന്നി ഔർ ലല്ലു. 3 ക്യാരക്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ഗോപു, ചുന്നി ഔർ ലല്ലു കച്ചേ രാസ്തേ പർ ഖടേ ഹെ, എന്താണ് ഈ മണ്ണിട്ട റോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇവർ. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹെ, എന്താണ് ഗോപുവിനെ കാണാൻ ബാക്കിയുള്ള 2 പേരെക്കാളും മൂത്തതാണ്, കുറച്ച് ഉയരമൊക്കെ ഉണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ കുറച്ച് അവരെക്കാളും വലുതാണെന്ന് മനസ്സിലാവും. ഹാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അർത്ഥം എന്താ പറയുക, ഡോമിനൻ്റ് എന്നാണ്. ഡോമിനൻ്റ് മീൻസ് എന്താ പറയുക, അവർ ഒരു ആധിപത്യമുള്ളവനായിട്ട്, മറ്റുള്ളവരെയൊക്കെ അടക്കി വാഴുന്ന പോലെയൊക്കെ ഉള്ള, അപ്പോൾ അതായത് കുറച്ച് വലുതാണ്, ബാക്കിയുള്ളവരോടൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ള ആ ഒരു ആധിപത്യം സ്ഥാപിക്കില്ലേ, അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഹാവി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൂത്തതായിട്ട് നമുക്ക് തോന്നും. വഹ് ജമീൻ പർ ഝുക്കാ ഹെ ഔർ കുച്ച് ഉഡാനെ കി കോഷിഷ് കർ രഹാ ഹെ, എന്താണ് അവൻ താഴത്തിങ്ങനെ കുനിഞ്ഞ്, ജമീൻ പർ നിലത്തിങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്, എന്നിട്ട് എന്തോ എടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് കേട്ടോ. അതാണ് സീന്, അതാണ് നമ്മുടെ ആ സീന് എന്ന് പറയുന്നത് കേട്ടോ. കോഷിഷ് കർ രഹാ ഹെ, ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ, എന്താണ് അവൻ്റെ കയ്യിൽ, മക്കോഡ ഹെ, അവൻ്റെ കയ്യിൽ എന്താണ് മക്കോഡ. മക്കോഡ മീൻസ് ഒരു ചെറിയ പ്രാണിയാണ് കേട്ടോ, അതാണ് അവനെ എടുക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത്. സീൻ 1ലുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്തൊക്കെയാണ്, മലനിരകളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ്, പിന്നെന്താണ് വളരെ ദൂരത്തേക്ക് തന്നെ ഇങ്ങനെ മലകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു 8-10 വയസ്സ് തോന്നിക്കുന്ന 3 കുട്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ എന്താണ്, അതിൽ ഗോപുവിനെ കാണാൻ കുറച്ച് വലിയ കുട്ടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ചെറിയ പ്രാണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ഇനി അവരുടെ സംഭാഷണം അവിടെ തുടങ്ങുകയാണ്. നോക്കൂ, ഗോപു ആണ് ഫസ്റ്റ് പറയുന്നത്. ചുന്നി കോ മക്കോട പക്കടാത്തേ ഹുയെ, ചുന്നിയുടെ കയ്യിൽ ഇങ്ങനെ മക്കോട കൊടുത്തുകൊണ്ട്, മക്കോട മീൻസ് ചെറിയ പ്രാണിയാണ്, മക്കോട ഇങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഏലേ ഇന്നാ പിടിച്ചോ, തേരാ പ്യാരാ മക്കോട, എന്നാ നിനക്ക് ഇഷ്ടമുള്ള മക്കോട എന്നാ പിടിച്ചോ. അബ് ഖാ ഇസ്കി കസം, എന്താണ് ഇനി സത്യം ചെയ്യേ, ഇതിൻ്റെ പേരിൽ നീ സത്യം ചെയ്യേ അല്ലേ, ഇത് പിടിച്ചിട്ട് നീ ഇതിൻ്റെ മേലിൽ സത്യം ചെയ്യേ. എന്താണ് ചുന്നി, അപ്പോൾ ചുന്നിയാണ് പറയുന്നത്. മുസ്കുരാക്കർ മക്കോട പക്കട്ടെ ഹെ, ചിരിച്ചുകൊണ്ട് മക്കോട പിടിക്കുകയാണ് കേട്ടോ. പക്കട്ടെ ഹുയെ പിടിച്ചുകൊണ്ട്. കേസേ ഖാനി ഹെ, എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത് അല്ലേ, കേസേ ഖാനി ഹെ, എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത്. ഗോപു, അരെ ജേസേ മാസ്റ്റർ ജി ബുൽവാത്തേ ഹെ ബോൽ മേ കസം ഖാത്തി ഹൂം, എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ, എങ്ങനെ സത്യം, മാസ്റ്റർ ജി വിളിക്കില്ലേ, നമ്മളെ മാഷ് വിളിക്കുമ്പോൾ സത്യം ചെയ്യില്ലേ, മേ കസം ഖാത്തി ഹൂം, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യില്ലേ. ചുന്നി മേ കസം ഖാത്തി ഹൂം, അപ്പോൾ ചുന്നി പറയണ മേ കസം ഖാത്തി ഹൂം, ഞാൻ സത്യം ചെയ്യുന്നു. ഗോപു വീണ്ടും ചോദിക്കുകയാണ്, കി ഹം ചുപ്കെ സേ ദൂസരെ ഗാവ് ജായെങ്കെ, എന്താണ് നമ്മൾ ആരും അറിയാതെ എവിടേക്ക് പോവും, ദൂസരെ ഗാവ് ജായെങ്കെ, അടുത്ത ഗ്രാമത്തിലേക്ക് പോവും. ചുന്നി കി ഹം ചുപ്കെ സേ ദൂസരെ ഗാവ് ജായെങ്കെ, അപ്പോൾ ചുന്നി ഗോപു പറയുന്നത് പോലെ പറയാണ്. വീണ്ടും ചുന്നി അതിനെ ശരി ഞാൻ പറയാം, ഇതിനെ ഇങ്ങനെ
സത്യം ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ മക്കോടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ശരി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. അപ്പോൾ ഗോപു പറയണം ആ ഒരു ചുപ്കേസേ ടി വി ദേക്ക് കർ ആയെങ്കെ എന്താണ്, എന്നിട്ട് നമ്മൾ ആരും കാണാതെ ടി വി കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ ചുന്നി വീണ്ടും ചുന്നി അതേപോലെ പറയണമല്ലോ. അപ്പോൾ ചുന്നി പറയണം ഹസി രോക്തേ ഹുയെ. അപ്പോൾ ചുന്നിക്ക് ചിരി വന്നിട്ട് ഇങ്ങനെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറയണേ ഹസി രോക്തേ ഹുയെ और ചുപ്കേസേ ടി വി ദേക്ക് കർ ആയെങ്കെ. ചിരി വന്നിട്ട് ചിരി ഇങ്ങനെ അടക്കി പിടിച്ചിട്ട് പറയണേ നമ്മൾ ആരും കാണാതെ ടി വി കണ്ടിട്ട് വരും. ഗോപു और यह बात किसी को नहीं बताएंगे. ഗോപു പറയണേ ഇനി ഈ കാര്യം ആരോടും പറയില്ല. മാക്കോ ഭീ നഹി, അമ്മയോട് പോലും പറയില്ല എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നോക്ക്, അപ്പോൾ ലല്ലു പുതിയ ക്യാരക്ടർ അപ്പോൾ അവിടെ വരികയാണ്. ലല്ലു ബീച്ച് മേ ടോക്ക് കർ, ഇടയിൽ കൂടെ കയറിയിട്ട് ലല്ലു പറയാണ് മാക്കോ കേസേ ബത്തായെങ്കിൽ മാത്തോ സോരഹി, അമ്മയോട് എങ്ങനെ പറയാനാ, അമ്മ ഉറങ്ങുകയല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതുവരെ പറഞ്ഞു അല്ലേ, ഇങ്ങനെ നമ്മൾ സത്യം ചെയ്തു നമ്മൾ ആരും കാണാതെ ടി വി കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് മനസ്സിലായി, കാണുന്നവർക്കത് മനസ്സിലായി. ഓ ഇവർ ആരും കാണാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ടി വി കണ്ടിട്ട് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലാവരും ഉച്ച സമയമാണ് അല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മ ഉറങ്ങുന്ന സമയമാണ്. ഗോപുവും ചുന്നിയും ലല്ലും കൂടി പോവാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനൊക്കെയുള്ള സത്യം ചെയ്യലാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഭാഗം മതി നമുക്കിന്ന്. നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ ലെങ്തി ആയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയല്ല, മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതെല്ലാം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ തന്ന ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കുക, വായിക്കുക. അതുപോലെ ഈ പട്കഥയിലെ കാര്യങ്ങളിപ്പോൾ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി വായിച്ച് നോക്കുക. അറിയാത്ത മീനിങ്സൊക്കെ നന്നായിട്ട് എഴുതി വെച്ച് വായിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് എഴുതി വയ്ക്കുക, പെൻസിലുകൊണ്ട് അറിയാത്ത മീനിങ്സിൻ്റെ അവിടെ എഴുതി വെച്ച് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ.